നമസ്കാരം. നിങ്ങളൊരു ആത്മീയ പഠിതാവാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. പാസ്റ്റർ എൽവിസ് നൽകിയ പുതിയ കൽപ്പനകളുടെ ദിവസം എന്ന പ്രഭാഷണത്തിലെ ആശയങ്ങളെ യാതൊരു മുൻവിധികളുമില്ലാതെ വളരെ ലളിതമായി നാം ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊരുമിച്ച് മനസ്സിലാക്കാം. തയ്യാറല്ലേ? ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ബൈബിൾ നിർദ്ദേശങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 4 പ്രധാന ഭാഗങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. ദൈവകൽപ്പനകളുടെ സ്വഭാവം, പരിശുദ്ധാത്മാവിനായുള്ള നിർദ്ദേശങ്ങൾ, സഭയിലെ പെരുമാറ്റച്ചട്ടം, ഒടുവിലായി നേതാക്കളോടുള്ള കീഴ്വഴക്കം എന്നിവയാണവ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ദൈവകൽപ്പനകളുടെ സ്വഭാവം, അതായത് ദൈവകൽപ്പനകളുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതായിരിക്കണം. ഇവിടെ നിങ്ങളൊരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ദൈവകൽപ്പനകൾ ശരിക്കും നമുക്കൊരു ഭാരമാണോ? സത്യം പറയാമല്ലോ, ആത്മീയ നിയമങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പരാതി പറയുക എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വാഭാവിക പ്രവണതയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നാറില്ലേ? പക്ഷേ ഇതൊരു ശരിയായ മനോഭാവമാണോ എന്ന് ചിന്തിക്കാൻ ഈ വിഷയം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു താരതമ്യമുണ്ട്. നോക്കൂ, മനുഷ്യരെപ്പോഴും കൽപ്പനകളെ ഭാരമായി കണ്ട് പരാതിപ്പെടുമ്പോൾ പ്രഭാഷകൻ 1 യോഹന്നാൻ 5 അധ്യായം 3 വാക്യത്തെ അടിസ്ഥാനമാക്കി തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അനുസരണമെന്ന് പറയുന്നത് ഒരു ഭാരമേ അല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അനുസരണം ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ സമർത്ഥിക്കുന്നത്. ഈ ആശയത്തിന് കൂടുതൽ അടിത്തറ നൽകാൻ പ്രഭാഷണത്തിൽ റോമർ 7 അധ്യായം 12 വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ദൈവത്തിന്റെ കൽപ്പനകൾ വളരെ വിശുദ്ധവും നീതിയുള്ളതും നല്ലതുമാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടായേക്കാം, അവ ഭാരമായും തോന്നാം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് നമ്മെ കൂടുതൽ സ്വതന്ത്രരാക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവിനായുള്ള കൽപ്പനകൾ. ഒരു വിശ്വാസി പരിശുദ്ധാത്മാവുമായി ദൈനംദിനം എങ്ങനെ ഒരു സജീവ ബന്ധം പുലർത്തണം എന്നതാണ് ഇതിൽ പരിശോധിക്കുന്നത്. പുതിയ നിയമത്തിലെ വിവിധ പുസ്തകങ്ങളിൽ നിന്നുള്ള വളരെ വ്യക്തമായ 4 കൽപ്പനകളാണിത്. അപ്പസ്തോല പ്രവൃത്തികൾ, എഫെസ്യർ തുടങ്ങിയ പുസ്തകങ്ങളിലൂടെ നൽകുന്ന നിർദ്ദേശങ്ങൾ നോക്കൂ. പരിശുദ്ധാത്മാവിനോട് കള്ളം പറയരുത്, അവിടുത്തെ ദുഃഖിപ്പിക്കരുത്, നിന്ദിക്കരുത്, ഒപ്പം ദിവസവും ആ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. വെറുമൊരു യാന്ത്രികമായ അനുഷ്ഠാനമല്ല ഇത് കേട്ടോ, മറിച്ച് വളരെ അടുത്തൊരു വ്യക്തിബന്ധം പോലെ തന്നെ കൊണ്ടുനടക്കേണ്ട കാര്യങ്ങളാണിത്. ഇത് അതിമനോഹരമായി വ്യക്തമാക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ചില തെറ്റായ ആത്മീയ പ്രവണതകളോടുള്ള പ്രഭാഷകന്റെ വിമർശനമാണ്. നമ്മൾ കാണാറില്ലേ, ഇരുണ്ട മുറികളിലിരുന്നും വിചിത്രമായ ശാരീരിക രീതികളിലൂടെയുമൊക്കെ ആത്മീയത കണ്ടെത്താൻ ചിലർ ശ്രമിക്കുന്നത്. പെട്ടെന്നുള്ള ഫലങ്ങൾക്കും അത്ഭുതങ്ങൾക്കുമാണ് അവർ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ യഥാർത്ഥ ആത്മീയത അതല്ല. അത് ദൈവവചനത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി ആത്മീയ ശബ്ദത്തിന് കാതോർത്ത് ജീവിക്കുന്നതാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ താരതമ്യം ചെയ്യുന്നു. എബ്രായർ 3 അധ്യായത്തിലെ ഈ വാക്യം ആത്മീയമായ മാർഗനിർദ്ദേശം തേടുന്നതിലെ അടിയന്തരതയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത്, നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ, അതെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പ്രഭാഷകൻ ഇവിടെ ഊന്നിപ്പറയുന്നത്. ശരി, നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. 3ാമത്തെ വിഷയം, സഭയിലെ ഉചിതമായ പെരുമാറ്റം. വ്യക്തിപരമായ ആത്മീയ ബന്ധത്തിൽ നിന്ന് സഭ എന്ന വലിയ കൂട്ടായ്മയിലേക്ക് നാം വരികയാണ്. സഭ എന്നത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് കൃത്യമായ ചിട്ടകളുള്ള ഒരു കുടുംബമാണെന്ന് സ്ഥാപിക്കാൻ പ്രഭാഷകൻ തിമോഥെയോസിനുള്ള ഈ നിർദ്ദേശം ഉപയോഗിക്കുന്നു. ദൈവഭവനത്തിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായൊരു മാർഗനിർദ്ദേശമാണിത്. ഈ ഭാഗത്ത് പ്രഭാഷകൻ സഭയിലെ അച്ചടക്കത്തെ നമ്മുടെ വീടുകളിലെ നിയമങ്ങളോട് വളരെ രസകരമായി താരതമ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് പുറത്തുവെക്കുകയും സാധനങ്ങൾ കൃത്യമായി അടുക്കി വയ്ക്കുകയും ചെയ്യാറില്ലേ? അതേ അച്ചടക്കവും ബഹുമാനവും സഭയിലും ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. സത്യത്തിൽ അവിടെ സ്നേഹത്തിനും അച്ചടക്കത്തിനും ഒരുപോലെ സ്ഥാനമുണ്ട്. അങ്ങനെ നമ്മൾ ഈ അവതരണത്തിന്റെ അവസാനത്തേതും എന്നാൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ 4ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. നേതാക്കളോടുള്ള കീഴ്വഴക്കം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള വളരെ ചിന്തിപ്പിക്കുന്നൊരു ഉദാഹരണം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജോലിസ്ഥലത്ത് ഒരു അവധി ചോദിക്കാൻ ബാങ്ക് മാനേജറുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ബഹുമാനവും ഭയവും ഒന്ന് ചിന്തിച്ചു നോക്കൂ. തികഞ്ഞ അച്ചടക്കത്തോടെയായിരിക്കും നമ്മൾ സംസാരിക്കുക, അല്ലേ? എന്നാൽ സഭയിലെ പാസ്റ്ററോട് പലപ്പോഴും വളരെ അലക്ഷ്യമായും അനാദരവോടെയുമാണ് പലരും പെരുമാറുന്നതെന്ന് പ്രഭാഷകൻ പറയുന്നു.
ലൗകിക അധികാരത്തോടും ആത്മീയ അധികാരത്തോടും മനുഷ്യർ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. സഭാ നേതാക്കൾ വഹിക്കുന്ന ആത്മീയ ഉത്തരവാദിത്തത്തിന്റെ ഭാരം എത്രത്തോളമുണ്ടെന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ ഈ വാക്യം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ അവർ തങ്ങളുടെ ചുമതലകൾ വേദനയോടെയല്ല, മറിച്ച് വളരെ സന്തോഷത്തോടെ ചെയ്യാൻ വിശ്വാസികൾ അവരെ അനുസരിക്കണം എന്നാണ് ഈ പ്രഭാഷണത്തിൽ ആവശ്യപ്പെടുന്നത്. ഉയർന്ന ആത്മീയ ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുകയും എന്നാൽ നേതാക്കളോട് ധിക്കാരം കാണിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ഈ പ്രഭാഷണം നൽകുന്ന കർശനമായ മുന്നറിയിപ്പുകളാണിവ. അധികാരങ്ങളെ എതിർക്കുന്നവർ വാസ്തവത്തിൽ ദൈവത്തിന്റെ നിയമത്തെയാണ് എതിർക്കുന്നതെന്നും അത് അവർക്കു തന്നെ നാശമുണ്ടാക്കുമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം വാദങ്ങളെക്കാൾ വലുതാണ് ദൈവികമായ ക്രമീകരണങ്ങൾ എന്ന സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ പഠനത്തിന്റെ അവസാന ഭാഗത്ത് പ്രഭാഷകൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ്: നേതാക്കളെയും മറ്റുള്ളവരെയും വിധിക്കുന്നതിനു പകരം നമ്മുടെ സ്വന്തം ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കാനും സ്വയം തിരുത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരിലെ തെറ്റുകൾ മാത്രം തിരയുന്ന ഒരു പ്രവണത നമ്മിൽ പലർക്കും ഉണ്ട്. എന്നാൽ അതിൽ നിന്നും മാറാൻ സമയമായി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ചിന്തോദ്ദീപകമായ ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. മറ്റുള്ളവരുടെ കുറവുകൾ തിരയുന്നതിനു പകരം അനുസരണത്തിന്റെ ഈ യാത്രയിൽ നാം നമ്മെത്തന്നെയാണോ തിരുത്തുന്നത്? നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ എന്നോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം.